നിങ്ങളില്ലാതെ എനിക്കെന്താഘോഷം, നിങ്ങളില്ലാതെ എന്താഘോഷം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതൊക്കെ വലിയ കുഴപ്പം പിടിച്ചൊരു വാക്കായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയപ്പോൾ അവിടെ മഴ പെയ്യുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഇവിടെ മഴ വേണമെങ്കിൽ മോഹൻലാലിന്റെ പിറന്നാൾ വെച്ചാൽ മതിയായിരുന്നു എന്നൊരു ലൈനിലാണ്. നമ്മുടെ പിറന്നാളിന് മഴ പെയ്യാൻ കാരണം എന്ന് ആലോചിച്ചപ്പോൾ കാര്യം എനിക്ക് മനസ്സിലായി. നമ്മളൊരു TV പരസ്യത്തിൽ പറഞ്ഞു, മഴ വെയിൽ മഴ വെയിൽ മഴ ദൈവത്തിന്റെ സ്വന്തം നാടേ. ദൈവത്തിന്റെ സ്വന്തം നാടേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള ഒരുമ പോലുള്ള പരിപാടികളും കലാപരിപാടികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളില്ലാതെ എന്തോന്ന് ഒരുമയുടെ ആഘോഷം. അപ്പൊ ഇത്തരത്തിലുള്ള സത്യങ്ങളുടെ ഇടയിലൂടെ നമ്മൾ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സത്യനെയാണ്. സത്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയും, മലയാള സിനിമയിൽ മുണ്ടെടുത്ത് അഭിനയിച്ച ഒരാളാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ 2003 ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ മുണ്ട് വലിച്ചൂരുക എന്നുള്ളതാണ്. വഴികൂടെ അരങ്ങുമ്പോൾ എനിക്ക് അവന്റെ മുണ്ടെന്ന് വരണമല്ലേ. ഈ മുണ്ട് എന്ന് പറഞ്ഞ സാധനം വലിച്ചു, മുണ്ടില്ലാത്തവർക്ക് കൊടുക്കാൻ മുണ്ട് കൊടുത്തവരാ നമ്മളൊക്കെ. മുണ്ടില്ലാത്ത ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പഴയ മുണ്ടെടുത്ത് കൊടുക്കും. ഈ മുണ്ടെടുത്തുകൊണ്ട് മലയാള സിനിമയിൽ അഭിനയിച്ച സത്യൻ മാസ്റ്റർ ഓർക്കുമ്പോഴാണ് സ്വർഗഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുര ഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗഗായികേ ഇതിലേ. അങ്ങനെ സിനിമയിൽ വളരെ കാലം അഭിനയിച്ച സത്യൻ മാസ്റ്റർ എന്നീ നടന്റെയും ഈ ഹാസ്യ ചിത്രത്തിനപ്പുറത്ത് മറ്റൊരു നടൻ ആ സിനിമയിൽ ആ ചെമ്മീനിൽ എനിക്ക് അഭിനയിക്കാൻ വളരെ മോഹമായിരുന്നു. പക്ഷെ എനിക്ക് പകരം അന്നത്തെ ഒരു പുതുമുഖ നടനാണ് ആ കാമുകിയുടെ പുറകെ ആ പരീക്കുട്ടിയായി ആ പാട്ടുപാടി അഭിനയിച്ചത്. ഇതിപ്പോൾ സയാമിസ് ഇരട്ടകളുടെ കാലമാണ്. ലോകം മുഴുവൻ കഴിഞ്ഞ വർഷം സയാമിസ് ഇരട്ടകളെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു. ആ മലയാള സിനിമയിൽ സയാമിസ് ഇരട്ടകളായി അഭിനയിച്ച ഞങ്ങൾ രണ്ടുപേരാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സയാമിസ് ഇരട്ടകൾ ഞാനും ഷീലയുമാണ്. ഞങ്ങൾ രണ്ട് മുഖമാണെങ്കിലും ഒരേ ശരീരമായിരുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഷീല ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി, നസീറും നിങ്ങളും സയാമിസ് ഇരട്ടകളെ പോലെയല്ലേ അഭിനയിച്ചു. കാരണം ഞങ്ങൾ ഒരേ ശരീരവും രണ്ട് മുഖവുമായിരുന്നു. ഇവിടെ ഉറങ്ങുന്ന ഷീലയായാലും എൻ്റെ പാട്ട് കേട്ടാൽ ഇറങ്ങി വരുമായിരുന്നു. ഇവിടെ കിടക്കുന്ന ഷീലയെ നോക്കിക്കൊണ്ട് ഇന്ദ്രനീല യവനിക ഞൊറിഞ്ഞു ചന്ദ്രലേഖ മണിയറ തുറന്നു രജനി ചൈത്ര രജനി നിന്റെ രഹസ്യ കാമുകൻ വരുമോ. പണ്ടൊക്കെ കാമുകൻ നോക്കി പാടിയിരുന്ന യവന സുന്ദരി യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴ മല്ലിക പൂവുകൾ. പണ്ട് യവനസുന്ദരി എന്നോ പ്രേമ സർവസ്വമോ എന്നൊക്കെ വിളിച്ചിരുന്ന കാമുകന്മാരെ വിളിച്ചെങ്കിൽ ഇന്നത്തെ കാമുകന്മാരെ വിളിക്കുന്ന എന്തറിയോ? രാക്ഷസി കരളിൽ താമസിച്ചാൽ ഡെങ്കഡെങ്കഡെങ്ക് രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഡെങ്കഡെങ്ക് രാക്ഷസി എന്ന് വിളിക്കുന്ന ഒരു കാലാണ് ഇപ്പൊ. നല്ല ഭംഗിയുള്ള പെമ്പിളേരെ നോക്കിയിട്ട് രാക്ഷസി. തമിഴിൽ നിന്ന് തുടങ്ങിയത് കാതൽ പിശാച് കാതൽ പിശാച്. നല്ല പെൺകുട്ടികളെ നോക്കി വിളിക്കുന്നതാ ഇപ്പോഴത്തെ പാട്ടില്. നല്ല കേട്ടോ, ഞാനത് തെറ്റു പറയുന്നില്ല, നല്ല കാര്യങ്ങൾ അതൊക്കെ. കാരണം അത് കാസറ്റ് വിറ്റ് പോകണം, സിനിമ ഓടണം, അതാണ് അവരുടെ ആവശ്യം അല്ലേ. അടുത്ത കൂട്ടുകാരെ നമ്മൾ തൃശ്ശൂരെന്ന് വിളിക്കുക കൂട്ടുകാരാ, അതൊക്കെ പോയി. അജയ് രാജുള്ള മറ്റു ശൈലിട്ട് ടാറ്റ എന്നുള്ള പരിപാടി. എൻ്റെ അമ്മ ഔ ജാതി ഗഡി നീ എന്തിൻ്റെ അതിൻ്റെ ഇടയിൽ ശബ്ദം ഉണ്ടാക്കിയുള്ള ഒരു മേരടയിലാക്കി കൊണ്ടിരിക്കുമ്പോഴല്ലോ ഗഡിയല്ലേ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറയാം, ഒരു പുത്തൂരടുത്ത് എൻ്റെ ഒരു എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ, അവൻ്റെ വീട് പുത്തൂരാണ്. അപ്പൊ ഞാൻ കുട്ടനെല്ലൂർ പരിപാടിക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, രാജ നീ വല്ലിടാ വായ്പ വീട്ടിൽ ഈ വരില്ലല്ലടാ ചുള്ള. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ചെന്നപ്പോ അച്ഛൻ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ? നമ്മുടെ ചുള്ളൻ. അപ്പൊ ചോദിച്ചു അല്ല മണ്ഡലത്തിനാണോ? മണ്ഡലം കഴിഞ്ഞ് മകരവിളക്ക് കഴിഞ്ഞ് കുരുതിക്ക് വിടുള്ള ചുള്ളനെ. ജാതി കൗട്ടന്റെ ചുള്ളൻ. കൗട്ടാന്ന് പറഞ്ഞാൽ ആ ക്യാമറാമാൻ്റെ വരെ ഈഷായി കൗട്ടാന്ന് പറയുമ്പോ. അപ്പൊ അങ്ങനെ ഈ തൃശ്ശൂരിന്റെ വൈവിധ്യമാർന്ന ഏരിയകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് തൃശ്ശൂർ ഭാഷ പറയുന്ന ഒരു നടൻ. അത് വേണ്ടേ? വേണമെന്ന് പറയാ, അല്ലെങ്കിൽ വേണ്ട എനിക്കത് വിചാരിച്ചിട്ട് വേണല്ലേ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സുരേഷ് ഗോപി വരുന്നൊക്കെ പറഞ്ഞിട്ട് വന്ന അയാള്
എന്തേ വരാണ്ടിരുന്നാവോ? എന്തേ? അല്ല, എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് ചോദിക്കേ. അല്ല, ഞാൻ ആരാന്ന് മനസ്സിലായല്ലോ അല്ലേ? അമ്മേരാ നസ്രാണീന്ന്. അമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, അതിന് കൊള്ളാവുന്ന നായന്മാരിന്ന് കിട്ടാണ്ടായപ്പോ എന്നെ വിളിച്ച് കെട്ടിച്ച. അതുകൊണ്ട് വിരോധമൊന്നുമില്ലോ? ഉണ്ടാവോ? ഇല്ല അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ഇന്നേ വരെ മടക്കാൻ പറ്റാത്ത ഒരു കൊടയുള്ളൂ. ഏതാ കൊട? ഏതണ്ടാ കൊട? ദേ, ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ എടുപ്പം വന്ന എന്താ തെണ്ടി തെണ്ടി എന്നല്ലാണ്ട് എന്നാ പറയുന്നത്. എന്താ ചേച്ചി എന്നെ അങ്ങനെ നോക്കണേ? ഞാൻ ആ ടൈപ്പല്ലാട്ടോ. എൻ്റെ മുഖത്തേക്ക് എന്നെ വെറുതെ ഇങ്ങോട്ട് നോക്കണോ? ഇല്ലാന്ന് ഞാൻ നോക്കണില്ല ഇങ്ങോട്ട്. എന്താന്ന് എന്തേ അങ്ങനെ പറയുന്ന ഒരാള് തൃശ്ശൂരിൽ താമസിക്കുന്ന ഒരു സാംസ്കാരിക രംഗത്തെ പ്രഭാഷകനെയാണ് ഞാൻ അടുത്ത കാരിക്കേച്ചർ. അതേവിടെ വന്ന് പ്രസംഗിച്ചു പോയുള്ളൂ. അപ്പം എന്തായാലും ഈ ഒരുമ എന്ന് പറയുന്ന ഈ സംഘടനകൾ ഇങ്ങനെ അതിൻ്റെ പ്രവർത്തന മേഖല ഇങ്ങനെ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു ക്രോണിക് ബാച്ചിലറായ ഒരാളാണ് ഞാൻ. ഈ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും മമ്മൂട്ടിയുടെ ഒരു സിനിമ മാത്രമായിട്ടാണ് ഓർമ്മ വരുന്നത്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനും പ്രഗത്ഭനുമായ ക്രോണിക് ബാച്ചിലർ ഞാനാണ് എന്നുള്ളതാണ്. അതിന് സംശയമൊന്നുമില്ല. പിന്നെയുള്ളൊരു ക്രോണിക് ബാച്ചിലർ നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. അപ്പം അങ്ങനത്തെ ഒരു സാംസ്കാരിക രംഗത്തെ ഒരാളെ പറ്റി പറഞ്ഞപ്പോഴാണ് സാംസ്കാരികം നമുക്ക് തിരിച്ച് തൃശ്ശൂരിൻ്റെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ വേറൊരാളിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഒരുമ എന്നൊക്കെ പറഞ്ഞാൽ ഞാനില്ലാതെ എന്തൊരുമ? ഒരുമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുണ്ടാക്കുന്ന ഒരു ഒരുമയാണ് ഏറ്റവും വലിയ ഒരുമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2003 എന്ന വർഷം 2-3 ദിവസം കഴിഞ്ഞാൽ ഇല്ലാതാവും. യാതൊരു സന്തോഷമില്ല. കാരണം നേതൃമാറ്റം നടന്നിട്ടില്ല. അങ്ങനെ പറയുന്ന അല്ലേ? അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും രസകരമായി പറയാൻ തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ മകൻജിയാണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ്. കണ്ടിട്ടുണ്ടോ? ആ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്, മുടിയൊക്കെ ഇങ്ങനെയായിട്ട് മീശയൊക്കെ ഇവിടെയൊക്കെ വെട്ടും. കേരളത്തിൽ ഇനി നേതൃമാറ്റം ഉണ്ടാവാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യങ്ങളെ സാധ്യാവും എന്ന് വിചാരിച്ചിട്ട് എന്നാ അങ്ങോരൊഴിയണോ അന്ന് തന്നെ ഞാനും ഈ കസേര ഒഴിയാണ്ടിരിക്കാൻ സാധ്യാവില്ല. മകൻജി. അപ്പൊ ഇത് കണ്ടപ്പോ ഏറ്റവും ബെസ്റ്റ് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ടിവിയുടെ വോളിയം കുറയ്ക്കണം. എന്താ കാരണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഒരു പ്രകടനം പോലെയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഭരണം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ നാട്ടിക കടപ്പുറത്ത് വരുമ്പോൾ വയലാറിൻ്റെ ഒരു പാട്ടാണ്. അതായത് ഈ കടപ്പുറത്ത് ചാകര ചാകര ചാകര. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാവരും അവരുടെ വയസ്സ് ആഘോഷിക്കുന്ന കാലമാണ്. മോഹൻലാലിന് 25 വയസ്സായി, പ്രതിപക്ഷ നേതാവിന് 80 വയസ്സായി. സിനിമാ രംഗത്തെ പല ആളുകൾക്കും 80 വയസ്സ് 70 വയസ്സ് ആഘോഷിച്ചു. എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കുഞ്ഞിന് 60 വയസ്സായി. എനിക്ക് ഇന്നലെ 63 വയസ്സ് തികഞ്ഞു. എൻ്റെ എതിരെയുള്ള ചില ഗ്രൂപ്പുകാർ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് എൻ്റെ ഗവൺമെൻറ്റിന് 3 വയസ്സ് തികയ്ക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഏത് തരത്തിലുള്ള കാര്യങ്ങളായി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ ഈ കസേരയിൽ നിന്ന് മാറ്റി ഏത് ഹരിചന്ദ്രനെയാണ് ഇരുത്താൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം.